ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹെയർ എത്ര ഡ്രൈ ആയിരുന്നു, ഇപ്പോൾ എത്ര സ്മൂത്ത് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഹെയർ കെയർ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആണ് കേട്ടോ. എത്ര എണ്ണ തേച്ചാലും അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ക്രീം തേക്കുന്നുണ്ട്. അതെനിക്ക് നല്ല റിസൾട്ടാണ്. ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഇത്രയും മെനക്കെടാൻ വയ്യാത്തവർക്ക് അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാല് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വേണ്ടത് തൈരാണ്. നമ്മുടെ മുടിയിലോട്ട് ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് മാത്രം എടുത്താൽ കേട്ടോ. നിങ്ങളുടെ മുടിയുടെ ലെങ്തും തിക്നെസ്സും ഒക്കെ അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഒരു എഗ് വൈറ്റ് ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെയറിൽ തേക്കുന്ന എണ്ണ ഏതാണോ ആ ഹെയർ ഓയിൽ കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അലോവേര ജെല്ല് അത്യാവശ്യം ഒരു ലീഫ് കിട്ടുമെങ്കിൽ അത് ആഡ് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ പൾപ്പ് മാത്രം മതി. ഇത് 4 കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ ഹെയർ സ്കാൽപ്പ് ഓയിലി ആ ഒരു ടൈപ്പ് താരനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് റെഡി ആയതിനു ശേഷം നമുക്ക് അപ്പം തന്നെ നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലെടുത്തിട്ട് ആദ്യം നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലാണ് ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാര്യം അത്രയ്ക്ക് നമുക്ക് ബെനിഫിറ്റ് കിട്ടും കേട്ടോ. നമ്മുടെ നല്ല ഹെയർ ഫോൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ ഹെയർ ഫോൾ ആ ഒരു കുറച്ച് ദിവസത്തേക്കിന് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തള്ളുന്നതിനേക്കാളും നല്ല നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് അറിയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ ഹെയറിൻ്റെ എൻഡ് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫേസിലോട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഹെയറിലോട്ട് തന്നെ ആക്കി കൊടുക്കുക. നമുക്കിതിന് കിട്ടുന്ന ബെനിഫിറ്റ് അത്രയും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നിങ്ങളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഹെയറിനൊരു മസാജ് സ്കാൽപ്പിനൊരു മസാജൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇതിനകത്ത് എഗ് വൈറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ചിലർക്കൊരു ഡൗട്ട് കാണും. ഇത് ചിലരൊക്കെ എഗ് വൈറ്റ് നോർമലി അല്ലാതെ തന്നെ വേറെ പല രീതിയിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിന് ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എഗ് വൈറ്റ് മാത്രമായിട്ട് എടുത്ത ഹെയറിന് ഈ ഒരു എഗ് വൈറ്റിന് തന്നെ അത്രയും ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ 3-4 പ്രോഡക്ട്സും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് എഗ് വൈറ്റിൻ്റെ ഒരു സ്മെല്ലേ ഉണ്ടാവത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. വാഷ് ചെയ്ത് കളഞ്ഞാൽ ഹെയറിന് ആ ഒരു എഗ് വൈറ്റിൻ്റെ ആ ഒരു ഉളുമ്പനാറ്റൊന്നും ഹെയറിന് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് കേട്ടോ ഇത്രയും പ്രോഡക്ട്സും ഇത്രയെന്ന് വെച്ചെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഹെയറിന് നല്ല തിക്നെസ് ഉണ്ട്, നല്ല ലെങ്തി ആണെങ്കിൽ നിങ്ങൾ എഗ് വൈറ്റ് 2 എഗ്ഗിൻ്റെ വൈറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് കേട് അതിനനുസരിച്ച് എടുക്കുക. അലോവേര ജെല്ല് 1 ലീഫ് ഇച്ചിരി കൂടുതലെടുക്കുക. അങ്ങനെ പ്രോഡക്ട്സ് ഇച്ചിരി കൂട്ടി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഹെയറിൽ മൊത്തം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയറിൻ്റെ എൻഡ് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം മുടി നന്നായിട്ട് ടൈറ്റ് ഇങ്ങനെ ബാലൻസ് വരുന്നത് ഇങ്ങനെ മുടിയുടെ തുമ്പിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതുപോലെ തന്നെ ടൈറ്റായിട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒലിച്ചൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ ഇതൊന്ന് ഈ എഗ് വൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും മുടി ഒന്ന് ടൈറ്റ് ആവാൻ തുടങ്ങും. ആ ടൈറ്റ് ആവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിത് ഹെയർ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഏകദേശം ഇതൊന്ന് ഡ്രൈ ആവാൻ ഒരു 20 മിനിറ്റ്സ് ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഹെയർ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ ടൈമിൽ തന്നെ അത്യാവശ്യം മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പൂ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയർ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുടി ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിന് ശേഷം ഒരു 2-3 hours ഒക്കെ കഴിഞ്ഞിട്ട് മുടി ഒന്ന് ഉണങ്ങുമല്ലോ. അപ്പോൾ ഹെയർ ഉണങ്ങി കഴിയുമ്പോൾ ഇതാണ് മക്കളെ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. അടിപൊളിയാണ്. നിങ്ങൾ വിചാരിക്കും വെറുതെ കാശ് കൊടുത്ത് അതും ഇതൊക്കെ മേടിച്ച് തലയിലിട്ടല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ച് പോകും. അത്രയ്ക്ക് റിസൾട്ടും ബെനിഫിറ്റുമാണ് നമുക്ക് തരുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചീപ്പ് വെച്ചിട്ടൊന്ന് മുടി ഒന്ന് ചീവി കൊടുത്താൽ മാത്രം മതി. മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നതായിരിക്കും കേട്ടോ. ഇതാണ് റിസൾട്ട്. ഞാൻ വേറെ ഹെയർ ഓയിൽ പോലും അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതുള്ളൂ. ഇങ്ങനെ ഇരുന്ന എൻ്റെ ഹെയർ ആണ് ഇത്രയും നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് മാറിയത്. ഡ്രൈനസ് കുറയും, സ്മൂത്തനാകും. താരനുണ്ടെങ്കിൽ നല്ല രീതിക്ക് താരൻ കുറയും. ഇപ്പോൾ ഇതുപോലെ ഹെയറിൽ താരനും മുടി പൊഴിച്ചിലും ഹെയർ ഡ്രൈനസും ഒക്കെ പ്രശ്നമുള്ളവർ ധൈര്യമായിട്ട് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ